ഹായ് ഫ്രണ്ട്സ്, ഞാൻ പാത്തുമ്മക്കുട്ടി, സെൽഫ് മാസ്റ്ററി കോച്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ രക്ഷിതാക്കളുമായിട്ടോ സ്പൗസുമായിട്ടോ കുട്ടികളുമായിട്ടോ ബന്ധങ്ങളിൽ എന്തെങ്കിലും സ്റ്റക്നെസ് ഉണ്ടോ, ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിപ്പിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ബന്ധങ്ങളെ എങ്ങനെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ആശയവിനിമയം നടത്തുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മളെല്ലാവരും ആശയവിനിമയം നടത്താറുണ്ട്. ഈ ആശയവിനിമയം തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളെ വഷളാക്കുന്നതും നമ്മുടെ ബന്ധങ്ങളെ വളർത്തുന്നതും. ബന്ധങ്ങളെ വളർത്തുന്ന രൂപത്തിൽ എങ്ങനെ ആശയവിനിമയം നടത്താമെന്ന് നോക്കാം നമുക്ക്. ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യൽ, അയാൾ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കേൾക്കും, എന്നിട്ട് അയാൾ പറയുമ്പോൾ തന്നെ അതിനെങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ അതിനെങ്ങനെ മറുപടി കൊടുക്കണം എന്നതായിരിക്കും നമ്മുടെ മനസ്സിലെ ചിന്ത. അങ്ങനെ ആവുമ്പോൾ എന്താന്ന് വെച്ചാൽ, അയാൾ പറയുന്നത് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. പറയുന്ന ആൾക്കും പ്രയാസം ഉണ്ടാവും. അയാൾക്കറിയാം നമ്മളെങ്ങനെ അയാൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. എന്നാൽ അതിന് പകരം അയാളുടെ കണ്ണിലേക്ക് നോക്കി, അയാളുടെ വാക്കുകൾ നന്നായി ഗ്രഹിച്ച്, അയാളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ട്, അയാളുടെ ശരീരഭാഷ മനസ്സിലാക്കി നമ്മൾ അയാളെ ശ്രവിക്കുകയാണെങ്കിൽ അയാൾക്ക് വളരെ സന്തോഷമായിരിക്കും. പിന്നെ നമ്മൾ നന്നായി ശ്രവിക്കുന്നുണ്ട് അയാളെ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കിടക്ക്, അങ്ങനെയല്ലേ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം വളരെയധികം ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഐ ഫീൽ ഫോർമുലയാണ്. അതെന്താന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് എല്ലാവർക്കും, മിക്ക പേർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം നമ്മൾ മനസ്സിൽ കൊണ്ടിങ്ങനെ നടക്കും. എന്നിട്ട് പിന്നീട് എന്തെങ്കിലും കാലത്ത് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതെടുത്തിടും. അത്രയും കാലം നമ്മൾ ആ നെഗറ്റീവ് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അത് ചെയ്യാതെ വളരെ മാന്യമായിട്ട്, വളരെ സൗമ്യമായിട്ട്, നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, എനിക്ക് ഹേർട്ടായി തോന്നി, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം തോന്നി, എനിക്ക് വെറുപ്പ് തോന്നി, എന്ത് ഫീലിംഗാണ് നമുക്കുണ്ടായത് എങ്കിൽ അത് തുറന്നങ്ങ് പറയുക അയാളോട്. വെറുപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ഉള്ളിലത്തെ ആ വിഷമം കളയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സൗമ്യമായിട്ട് പറയാം. അപ്പോൾ ആ പറഞ്ഞ വ്യക്തിക്കും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു മീനിങ്ങിലൊന്നും ആവില്ല പറഞ്ഞിട്ടുണ്ടാവുക, യാദൃശികമായിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ നമ്മളിങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി കാര്യം പറയും, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ സോറി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം വളരെയധികം ശക്തിപ്പെടും. അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുകയാണെങ്കിൽ ഏത് സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ രൂപത്തിലുള്ള ഒരു സംസാരം നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അതൊന്ന് അറിയിക്കുക. അതേപോലെ ഒരാഴ്ചക്കുള്ളിലെങ്കിലും നിങ്ങൾ നന്നായി ഒരാളെ കേട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ കേട്ടു അല്ലെങ്കിൽ ലിസൺഡ് എഴുതി കമൻറ്റിലൊന്ന് അറിയിക്കുക. ഇത് രണ്ടിനും പുറമെ നമുക്ക് 1% ഇമ്പ്രൂവ്മെൻറ്റ് ഫോർമുലയും കൂടെ ഉപയോഗിക്കാം. അതായത് നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഓരോ ദിവസവും 1% ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ വരുത്തുക. അതായത് ആരോടെങ്കിലും ഒരു കരുണയോട് കൂടി പെരുമാറുക, അതേപോലെ ആരോടെങ്കിലും ഒന്ന് നന്നായിട്ട് പുഞ്ചിരിക്കുക, ആരെങ്കിലും ഒന്ന് സഹായിക്കുക, എന്തെങ്കിലും ചെറിയ തോതിലെങ്കിൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും സഹായം കൊടുക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ബന്ധങ്ങൾ മെച്ചപ്പെടും. കൂടാതെ എത്ര ചെറിയ കാര്യം ചെയ്താലും നമ്മൾ ആ ചെയ്ത വ്യക്തിയെ ഒന്ന് അഭിനന്ദിക്കുക. നമ്മളെ സഹായിക്കുകയാണ് ചെയ്തതെങ്കിൽ നമ്മളൊന്ന് നല്ലൊരു നന്ദി പറയാം. പലപ്പോഴും പലതും നമുക്ക് സഹായിക്കുകയാണെന്ന് തോന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ച് വന്നു, നമ്മൾ പൈസ കൊടുത്ത് നമ്മളെ വീട്ടിൽ ഇറക്കി തന്നു എങ്കിലും നമുക്കതൊരു സഹായമായി തോന്നില്ല. നമ്മളൊരിക്കലും നന്ദി പറയാറില്ല. പക്ഷെ അങ്ങനെ നന്ദി പറഞ്ഞു നോക്കൂ, അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്കും സന്തോഷമാവും. അപ്പോൾ നന്ദി പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ നന്ദി പറയുക. അതേപോലെ അപ്രീഷിയേഷൻ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ അപ്രീഷിയേഷൻ കൊടുക്കുക. കൂടാതെ ബന്ധങ്ങൾ എത്ര അടുത്ത ബന്ധമാണെങ്കിലും ഒരു പരിധി നിശ്ചയിക്കണം. മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കയറി ചെല്ലാതെ ഇരിക്കുക എന്നുള്ളത് ബന്ധം മെച്ചപ്പെടാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതായത് ഏതൊരു വ്യക്തിക്കും സ്വകാര്യത ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാതെ നമ്മൾ ഒരു പരിധി നിശ്ചയിച്ച് എല്ലാവരോടും പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ സാധാരണഗതിയിലുള്ള ചെറിയ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവർക്കും വളരെയധികം ഉപകാരപ്പെടും. എന്നാൽ
കുറേ കാലങ്ങളായിട്ട് ആഴത്തിൽ തന്നെ, മനസ്സിൻ്റെ ആഴത്തിൽ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും ചിലപ്പം പെട്ടെന്ന് വിലപ്പോയില്ല എന്ന് വരും. അത് ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഡീപ്പായിട്ടുള്ള ഹീലിംഗ് തന്നെ വേണം. ഈ റിലേഷൻഷിപ്പ് ഹീലിംഗ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ, അതുപോലെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് നമ്പറിൽ വന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യാം. എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിലേഷൻഷിപ്പ് ഹീലിംഗ് ചെയ്തു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്